ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബദമിണ്ടാവതല്ല മമ. പണ്ടേ കണക്കു വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിവ നാരായണായ നമ. കിടപ്പ് കണ്ടില്ലേ? പ്രഭേ, പ്രഭേ, പള്ളി ഉണർത്തുന്ന കേട്ടില്ലേ? എണീക്കാൻ, എണീക്കാൻ. ഇപ്രാവശ്യവും സയൻസിന് കോഴിമുട്ട തന്നെ. ഞാൻ സഹിച്ചു, സഹിച്ചോ. പിള്ളേരുടെ മുറി ലൈറ്റ് കാണുന്നു. പ്രിയ പഠിക്കാൻ എഴുന്നേറ്റെന്നാ തോന്നുന്നു. വിടോ. നമ്മളും പിള്ളേരെ വരുന്നില്ല. ഫാമിലി പ്ലാനിംഗ് ഓഫീസർ ആയിരിക്കും. പ്ലാനിങ് നമ്മൾ രണ്ട് നമുക്ക് രണ്ടെന്നാണ് പ്രമാണം. ഇവിടെയോ നമ്മൾ രണ്ട് നമുക്ക് 4 എന്നിട്ടുണ്ടോ ഒരു തൃപ്തി? ദൈവം തരുന്നു, നാം വാങ്ങുന്നു. എന്നാല് ആ ദൈവത്തെ ധ്യാനിച്ച് കണ്ണടച്ച് കിടന്നോളാം. വിടൂ. നല്ല കുട്ടിയല്ലേ? നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ ഈ നരകത്തിൽ നിന്നെ കരകേറ്റീരണം തിരുവയ്ക്കം വാഴും ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ. ആഹാ, കൊച്ചു തമ്പുരാട്ടി എഴുന്നേറ്റിട്ടില്ലേ? എടി പ്രഭേ, എടി എഴുന്നേക്ക്, എടി എഴുന്നേക്ക്, എഴുന്നേക്ക്. ഒരു കുമ്പാരണ സേവ. ഞാൻ ഒരുപാട് വിളിച്ചാണല്ലോ. മുഖമാണെങ്കിൽ ഒരു അടി വെച്ച് കൊടുക്കരുതായിരുന്നു. എഴുന്നേക്കടി, എഴുന്നേക്ക്. വാ, ഒന്ന് പുസ്തകം എടുത്ത് വെച്ച് പഠിക്ക്. നിഷേധി. വാ, ഇരിക്കെ, പഠിക്കേ. ഓ, ഫിലിം ഫെയർ, ഇവളുടെ ഒരു സിനിമ. പഠിക്കടി. വല്യേച്ചി പിടിച്ചോ, പിടിച്ചോ, പിടിച്ചോ. വല്യേച്ചി പിടിച്ചോ. ഉണ്ണി പിടിച്ചോ. ഉണ്ണി എന്താ സ്വപ്നം കണ്ടോ? പട്ടത്തിന്റെ നൂല് പൊട്ടിപ്പോയി. നേരം വെളുത്തു. എണീക്ക്. എനിക്ക് ആദ്യം പോകണം. ഞാനല്ലേ ആദ്യം വന്നത്? എനിക്ക് ആദ്യം തോന്നിയത്. നിനക്ക് അങ്ങേ മുറിപ്പൊക്കൂടെ? കൊച്ചേച്ചിക്ക് അവിടെ പൊക്കൂടെ? നീ എന്താ പ്രഭേ എപ്പോഴും ഇവനോട് ഇങ്ങനെ വഴക്കിടുന്നത്? നീ കൊച്ചുകുട്ടിയാണോ? ചേച്ചിക്ക് അല്ലെങ്കിൽ എന്നെ ഇഷ്ടമല്ല. ഒരു സൈഡ് പിടുത്തം. ഏത് സമയത്തും തമ്മിൽ തന്നെ തന്നെ. പൂവിന് കോപം വന്നാലത് മുള്ളായി മാറുമോ തങ്കമണി? വല്യേച്ചി മതി. വയസ്സ് 7 കഴിഞ്ഞു. ഇപ്പോഴും കക്കൂസി പോയാൽ വലിയേച്ചി എന്ന് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. കൊഞ്ചിച്ചു കൊഞ്ചിച്ച് ചെറുക്കനെ വഷളാക്കി കളഞ്ഞു. കൊഞ്ചിക്കാൻ മാത്രമല്ല, ശിക്ഷിക്കാനും അവൾക്കറിയാം. മാനിന് കോപം വന്നാലത് പുലിയായി മാറുമോ തങ്കമണി? മതി, വന്ന് വെള്ളം ഒഴിച്ചതാ. വല്യേച്ചി വരുന്നുണ്ണി. ഞാൻ ഈ സാരി ഒന്ന് മാറ്റിക്കോട്ടെ. ന കർത്തൃത്വം ന കർമാണി
ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തത. ഗോഷ്ടി പിന്നെ സഹിക്കാം. നായയുടെ മോങ്ങല് പോലുള്ള ആ ശബ്ദമാ തീരെ സഹിക്കാനില്ലാത്തത്. ശബ്ദം ഇത്തിരി കൂടുതലാന്നേ. കാരണം എന്താണെന്ന് അമ്മച്ചിക്ക് അറിയാവോ? എന്തുവാടാ? അങ്ങോട്ട് നോക്കി. അത് ആ കൺട്രാക്ടർ കിഷോകുമാറിന്റെ മക്കളല്ലയോടാ? അതെ. ഉണ്ണി അങ്ങോട്ട് നോക്കാതെ നടക്കും. എന്താ ചേച്ചി? അത് ഭ്രാന്തന്മാർ താമസിക്കുന്ന വീടാണ് മേ. ദേ കണ്ടില്ലേ ഒരുത്തൻ ടെറസിൽ നിന്ന് കാണിക്കും. ആ ജനലിലൂടെ നിൽക്കുന്ന അമ്മൂമ്മയ്ക്ക് ഭ്രാന്താണ്. എവിടെ? അവരിവിടുത്തെ വാർഡനായിരിക്കും. നടക്ക്. എന്റെ കപ്പിൾസ് ഇവിടെ ഡ്രസ്സിംഗ് ടേബിൾ കാണും. അതിലില്ല ശ്രീമതി. അതിന്റെ അകത്ത് കയറി നോക്കി. എനിക്ക് അറിഞ്ഞൂടാ. ഇതാച്ചാ വേണ്ട, വേണ്ട, ഞാൻ ഇട്ടുതരാം. വല്യേച്ചി ഈ ഷാപ്സ് ഒന്ന് ഇട്ടേരൂ. ദാ വരുന്നു. ഇങ്ങ് വാ, ഞാൻ ഇട്ടുതരാം. വേണ്ട, എനിക്ക് വല്യേച്ചി ഇട്ടു തന്നോളൂ. എന്താ നിന്റെ വല്യേച്ചിയെ പൊന്നോണ്ടുണ്ടാക്കിയതാണോ? എല്ലാത്തിനും ഒരു വല്യേച്ചി. മാറി, ഞാൻ ഇട്ടു കൊടുക്കാം. ഈ വീട്ടിലൊരു സാധനം വയ്ക്കുന്നിടത്ത് കാണില്ല. എന്താ ഇപ്പൊ കാണേണ്ടത്? എന്റെ മാത്സ് ഹോംവർക്ക്. ഉണ്ണി, എന്താ അത്ര ചിരിക്കാൻ? വല്യേച്ചി, ഈ സിനിമയുടെ പരസ്യത്തിലൊക്കെ എന്തിനാ ഈ വലിയ കൊടുത്തിരിക്കുന്നത്? അടൻസുള്ളി. ആ, കുട്ടികൾക്ക് കാണാൻ പാടില്ലാത്ത സിനിമ. അതായത് ഈ യക്ഷിയുടെയും പ്രേതത്തിന്റെ ഒക്കെ കഥയില്ല, അതൊക്കെ അടൻസുള്ളി. അതാണ്. ആരാ പറഞ്ഞത്? ആണും പെണ്ണും തമ്മിൽ കെട്ടിപ്പിടിക്കുന്ന സീൻസ് ഒക്കെ ഒരുപാടുള്ളത് അടൻസുള്ളി ആണോ വല്യേച്ചി? പ്രഭേ, നിന്നോടാരാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എന്നാ ഞാൻ അച്ഛനോട് ചോദിച്ചു. പിന്നീട് അവിടെ അച്ഛൻ. അയ്യോ, എന്താ അച്ഛനോട് ചോദിച്ചോ? ഇല്ല. അവിടെയും അടൽസുള്ളിയാ.